പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു കേസ് ഇതിനോടകം ജയസൂര്യക്കെതിരെ ഉണ്ട്. അടുത്ത ജാമ്യമില്ലാ വകുപ്പോൾ കൂടി വരികയാണോ? കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു യുവനടൻ തന്നെ കയറി പിടിച്ചു എന്നുള്ള ആരോപണം അത് പരാതിയായി വരുന്നു. സത്യം, അത് ചെറുപ്പത്തിന്റെ ഓരോ കുസൃതികൾ അന്ന് ചെയ്തു എന്നല്ലാതെ നമ്മളിപ്പോ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കല്ലേ. അല്ല അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടതൊക്കെ പരാതിയായി വരുന്നു. ഈ പരാതിന്മേലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ യുവനടി മൊഴി നൽകിയിട്ടുണ്ട്. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ഈ മധ്യമേഖല കേന്ദ്രീകരിച്ച ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ ചുമതലയുള്ള ഐശ്വര്യ ഡോങ്റെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശാൻ പഠിച്ചാൽ പിന്നെ 2008 നടന്ന ഒരു സംഭവമാണ്. അന്ന് ഈ യുവനടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ നടന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. എത്ര വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്, ഇപ്പോഴാണ് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട് വിടണം. നിലവിൽ ജയസൂര്യ അമേരിക്കയിലാണുള്ളത്. അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന വിവരം കൂടിയുണ്ട്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. അദ്ദേഹവും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തും. അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നത് വരെ ജയസൂര്യ വിദേശത്ത് തുടരുമെന്ന വിവരം കൂടി വരുമ്പോൾ ശീതളന് ഒരു കാല് പിടിച്ചാൽ മതി. ഈ പോങ്ങനത് അല്ല സോറി, സൂപ്പർ സ്റ്റാറിന് ആരുടെയൊക്കെ കാല് എവിടൊക്കെ പോയി പിടിക്കാന്ന് ഒരു പിടി ഉണ്ടാവില്ല. അനുജ, നിലവിൽ ജയസൂര്യ ന്യൂയോർക്കിലാണ് ഉള്ളത്. അവിടെ തന്നെ കുറച്ച് ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാ സ്വസ്ഥമായിട്ടൊരു വിദേശ രാജ്യത്ത് ചെല്ലാന്ന് വെച്ചാൽ ഇവിടെ ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. കഴിഞ്ഞ ദിവസം ഇവർ ജയസൂര്യയുമായി ബന്ധപ്പെട്ടിരുന്നു. നാട്ടിലെത്തിയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുമുള്ള പേടി ജയസൂര്യക്കുണ്ട്. എനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. സ്വയം വരുത്തി വെച്ചല്ലേ വിദേശത്ത് തുടരാൻ അയാളെ പ്രേരിപ്പിക്കുന്നതും. ഏതായാലും ദുബായിൽ എങ്കിലും എത്തിയ ശേഷം നാട്ടിലേക്ക് വരാതെ അവിടെ തുടരാനാണ് ജയസൂര്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.